ഹലോ, ഇന്ന് ഞാൻ പ്ലെക്സിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഖർസോപ്പിൻ്റെ റിവ്യൂക്ക് ശേഷം പ്ലെക്സിൻ്റെ ഒരു റിവ്യൂ ആണെന്ന്. പ്ലെക്സിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന് കുറച്ച് ആലോചിച്ചിട്ട് ചെയ്യാമെന്നെടുത്ത തീരുമാനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം ലാസ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ പ്ലെക്സിൻ്റെ 24K ഗുവ ഗോൾഡ് സെറം, ഭയങ്കര വലിയ പേര്. അപ്പോൾ ഈ ഒരു സെറം ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് എംറ്റി ആയി ഈ ബോട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു, മറ്റേ ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന സെറം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു മാസം മുമ്പ് വാങ്ങിയ സാധനമാണ്. ഒരു മാസം മുമ്പ് വാങ്ങി മോർണിംഗും നൈറ്റും ഞാനിത് യൂസ് ചെയ്യുമായിരുന്നു. ഈ 30 ml ഈ ഒരു സെറത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 549 രൂപയാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല ഹൈഡ്രേഷൻ തരും, മുഖത്ത് നല്ല ഗ്ലോ ഒക്കെ തരും എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉപയോഗിച്ചിട്ട് യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. ഞാൻ രാത്രി ഉപയോഗിക്കുമായിരുന്നു, രാവിലെ ഉപയോഗിക്കുമായിരുന്നു. ഇതുപോലെ ഒരു സെറം ഞാൻ ഇങ്ങനെ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം 549 രൂപയുടെ സെറമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ അത്രയും കാര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യാതൊരു റിസൾട്ടും കിട്ടിയില്ല. എൻ്റെ കൂടെ തന്നെ ഇവിടെ പഠിക്കുന്ന കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് വാങ്ങിയായിരുന്നു. പിന്നെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സും എനിക്കറിയാനുള്ള എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് പേരും വാങ്ങിയായിരുന്നു. അപ്പോൾ ഇവരോട് ഒക്കെ ഞാൻ റിവ്യൂ ചോദിച്ചപ്പോഴും ഇവരൊക്കെ മോശം റിവ്യൂ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ചിട്ട് മാറ്റം ഒന്നും ഉണ്ടായില്ല. അതായത് ഇവർ പറയുന്ന ഗ്ലോയും ഹൈഡ്രേഷനും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഇപ്പുറത്തെ റൂമിലുള്ള ഒരു കുട്ടിക്ക് അവൾ ഇതേ സെയിം സെറാണ് വാങ്ങിച്ചത്. അവൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവള് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം എനിക്കിങ്ങനെ കുരുക്കൾ വരാൻ തുടങ്ങി, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, എങ്ങനെയാണ് യൂസ് ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആയപ്പോഴത്തേക്കും ഇവള് പിന്നെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അവൾക്ക് നല്ല കുരുവായിപ്പോൾ മുഖത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കും എൻ്റെത് ഓൾമോസ്റ്റ് തീരാറാവുകയും ചെയ്തു. തീർന്നു ഓൾമോസ്റ്റ്. ഇനി ഒരു 2 തുള്ളിയോ കണ്ടേ ഉള്ളൂ. ഇത്രയും യൂസ് ചെയ്ത് തീർത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പൈസ പോയി എന്നല്ലാതെ ഒരു ഉപയോഗവും ഇതുകൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനിത് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് ഈ ഒരു ബ്രാൻഡ് ഇഷ്ടം പോലെ പെയ്ഡ് പ്രൊമോഷൻസ് ഞാൻ കണ്ടു ഇതിൻ്റെ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും കണ്ടു. ഈ പെയ്ഡ് പ്രൊമോഷൻസ് കണ്ടിട്ട് ആണ് കൂടുതലും പേര് ഇത് വാങ്ങിച്ചത്. എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഈ പെയ്ഡ് പ്രൊമോഷൻസ് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലാതെ ജെനുവിനായിട്ട് റിവ്യൂ ഇട്ട ആരെയും ഞാൻ കണ്ടില്ല. ജെനുവിനായിട്ട് റിവ്യൂ ഇട്ടൊരു കുട്ടി കണ്ടായിരുന്നു, ഒരു കുട്ടി ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ആ വീഡിയോ വൈറലായി എന്ന് തോന്നുന്നു. ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു യൂസും ഇല്ല, അത് ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്ട്സ് ഒക്കെ വന്നു, മുഖത്ത് അത് ഉപയോഗിച്ച് നിർത്തിയപ്പോഴത്തേക്കും പിഗ്മെൻറ്റേഷനൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ വീഡിയോ റീച്ച് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും ഒരുപാട് പേര് ഇതേ സെയിം റിവ്യൂ ആണ് അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാനൊരിക്കലും ഈ ഒരു സാധനം ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പോപ്പുലറായി വന്ന ഒരു ബ്രാൻഡ് ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യിക്കുന്നു. അതിലൂടെ ഇവർക്ക് കുറേ ലാഭം ഉണ്ടായി എന്നല്ലാതെ ഇതുകൊണ്ട് വാങ്ങിച്ചവർക്കാർക്കും ഒരു ലാഭം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ അറിവിലില്ല. ഇപ്പം തന്നെ നാട്ടിൽ 2 ദിവസം മുമ്പ് നാട്ടിൽ വിളിച്ച സമയത്ത് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ പുതിയൊരു സെറം വാങ്ങി, പക്ഷേ അതുകൊണ്ട് ഒരു യൂസും ഉണ്ടായില്ലടി, എനിക്ക് പ്രത്യേകിച്ച് യൂസൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനത് എൻ്റെ അനിയന് കൊടുത്ത സമയത്ത് അവനിങ്ങനെ കഴുത്തിലിട്ട് അത് ഇടുന്നത് നിർത്തിയപ്പോഴത്തേക്കും അവൻ്റെ കഴുത്ത് നല്ല രീതിക്ക് കറുത്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നല്ല പിഗ്മെൻറ്റേഷൻ ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, നീ ഏത് സെറമാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൾ ഇതേ സെയിം സെറമാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, എന്തായാലും എനിക്ക് മാത്രമല്ല ഇത് ഉപയോഗിച്ചിട്ടുള്ള ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നെ ഈ പിഗ്മെൻറ്റേഷൻ എനിക്കിപ്പോൾ പേടിയാണ്. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തീർന്നത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ചെറുതായിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഇല്ലാതെയില്ല. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, മറ്റേ ഫ്രണ്ടിന് ഇങ്ങനെ കുരുക്കൾ വന്നു എന്ന് പറഞ്ഞു. അവളിപ്പോൾ കോളേജിൽ പോയേക്കുവാണ്. ഇല്ലായിരുന്നെങ്കിൽ വിളിച്ച് അവളുടെ റിവ്യൂ കൂടെ ചോദിക്കുമായിരുന്നു.
ഇപ്പം 5 മണിയാവാറായി, കോളേജ് വിടാറായി, ഇപ്പോൾ വരുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം അവളുടെ റിവ്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് 549 രൂപ കൊടുത്ത് ഒരു ഉപയോഗമില്ലാത്ത സാധനം എന്തിനാണ് വാങ്ങുന്നത്? ഇപ്പം എല്ലാവരും പ്ലിക്സ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാനായിട്ട് നടക്കുവാണ്. പക്ഷെ വാങ്ങി നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നല്ലതാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് ആണെങ്കിലോ, നെഗറ്റീവായിട്ടുള്ള കമൻ്റ് എന്ന് ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ടുള്ള, അതായത് സൈഡ് എഫക്ട്സോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നോ അതോ ഒരു യൂസും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഗ്ലോ വന്നു, നല്ല റിസൾട്ട് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്തില്ല. എൻ്റെ പൈസ പോയി ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ ടോണറും വാങ്ങിച്ചായിരുന്നു. ആ ടോണർ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അവളും പറഞ്ഞതൊന്നുമില്ല അങ്ങനെ. സെറ ഉപയോഗിച്ചിട്ട് അവളും പറഞ്ഞായിരുന്നു അവൾക്ക് മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വാങ്ങിച്ചവരെല്ലാവരും ഇതാണ് പറയുന്നത്, അവർക്ക് മാറ്റമൊന്നുമില്ല. എനിക്കറിയാമെന്നുള്ളവരെങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തോ പറയണമെന്ന് അറിയത്തില്ല. കർസോപ്പിൻ്റെ ആണെങ്കിൽ കുറേ പറയാനുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. 30 ml 549 രൂപയ്ക്ക് വെറും വേസ്റ്റ്, യാതൊരു ഉപയോഗമില്ല. പിന്നെ സൈഡ് എഫക്ട്സ് വരുന്നതും വരാത്തതും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. നിങ്ങളുടെ താരത്തും വാങ്ങാൻ ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരുന്ന സാധനം എത്തി. ഇനി ഒരാളും കൂടെ ഉണ്ട്, അതിപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് വരും. അപ്പോൾ പറ റിവ്യൂ എന്താണ്? സത്യം പറഞ്ഞാൽ അതിലെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ യൂസ് ഞാനങ്ങ് നിർത്തി. അപ്പോൾ ആ പിമ്പിൾസ് ഒക്കെ അങ്ങ് പോയി. അപ്പോഴാണ് മനസ്സിലായത് അത് യൂസ് ചെയ്തതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആള്. ഡ്രസ്സ് മാറ്റാൻ പോയതാണ്, പക്ഷേ ഡ്രസ്സ് മാറാതെ വന്ന് നോക്കി ഓക്കെ, ഫ്ലിക്സിൻ്റെ റിവ്യൂവിനെ പറ്റി പറയാനാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫ്ലിക്സിൻ്റെ 2 സാധനം യൂസ് ചെയ്തിട്ടുള്ളത്. മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ സെറം. അത് ഉപയോഗിച്ച് എനിക്ക് കുറച്ചുകൂടി നിറമുണ്ടായിരുന്നു. ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട്, നല്ല രീതിക്ക് നിറം മങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് കുരുവും വന്നിട്ടുണ്ട്. എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. 2 വേഴ്സ് പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചതിൽ ഇതുവരെയും യൂസ് ചെയ്തിട്ടുള്ള 2 വേഴ്സ് പ്രൊഡക്റ്റാണ് ഫ്ലിക്സിൻ്റെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സെറം.